ഗസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വളരെയധികം വിഷമവും സങ്കടവും ഒക്കെ ആകുന്നു. എന്ന് പറഞ്ഞാൽ പലസ്തീനിലെ ജനങ്ങൾ, അവിടുത്തെ കുട്ടികൾ ഒക്കെ പട്ടിണി അനുഭവിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു. ഇതൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, അദ്ദേഹത്തെ അസ്വസ്ഥമാക്കുന്നു. അപ്പം വൈറ്റ് ഹൗസുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ പ്രചരിപ്പിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഗസയിൽ സമാധാനം വേണം, സമൃദ്ധി തിരിച്ചു കൊണ്ടുവരണം, അതിനുശേഷം അവിടെയുള്ള ജനങ്ങളെല്ലാം തന്നെ ഒരുപോലെ നല്ല മനോഭാവത്തോടെ കഴിഞ്ഞു പോകണം. ഇതൊക്കെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. ഇത് സത്യത്തിൽ ഇസ്രയേലിനെ അതുപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിനെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. അതായത് ഹമാസിൻ്റെ സഹായം അവിടെ വേണം ഗസയിൽ, അല്ലെ ഹമാസ് അവിടെ വേണം എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കഴിഞ്ഞ ഏതാണ്ട് 6 മാസമായിട്ട് അവിടെ വെടിനിർത്തലൊക്കെ പ്രഖ്യാപിച്ച സമയത്ത് ഇസ്രയേലാണ് അവിടേക്ക് എയ്ഡുകൾ എത്തിച്ചു കൊടുത്തത്. അതായത് ഫുഡ്, വാട്ടർ, അതുപോലെ തന്നെ മെഡിസിൻ, ഇതെല്ലാം ട്രക്കുകളിൽ എത്തിച്ചു കൊടുത്തു. എന്നാൽ ഹമാസ് ഇവയെല്ലാം തന്നെ കൊള്ളയടിക്കും, അല്ലെങ്കിൽ കൈക്കലാക്കും. എന്നിട്ട് അവിടെയുള്ള ഇസ്രയേലി പൗരന്മാരിൽ നിന്ന് മാറ്റിയിട്ട് പലസ്തീൻകാർക്ക് വിതരണം ചെയ്യും. അപ്പോൾ അവിടുത്തെ ജനത എന്താ കരുതുന്നത്? ഹമാസാണ് ഇതെല്ലാം തന്നെ ഇവർക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ UN സ്വാധീനം ചെലുത്തി ഇത്തരത്തിലുള്ള ചില പ്രവർത്തികൾ ചെയ്ത് ഹമാസ് അവിടെ ആളിനെ കയ്യിലെടുക്കുന്നു. അതായത് ഹമാസ് ഈ ആഹാരവും വെള്ളവും ഒക്കെ ഇവർക്ക് കൊടുക്കുന്നതാകട്ടെ പലസ്തീൻ ജനതയുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട്. അപ്പോൾ പലസ്തീൻകാരുടെ നേരത്തെ പൈസയുണ്ട്. കാരണം ഗസയിൽ നിന്ന് ഇവർ പണിക്ക് പോകുമ്പോൾ ഇസ്രയേലുകാർ അവർക്ക് ശമ്പളമൊക്കെ കൊടുക്കുമായിരുന്നു. ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് ഈ ഗസയിൽ നിന്നുള്ള ആർക്കും ഈ പലസ്തീൻകാർ ജോലി കൊടുക്കുന്നില്ല, ഇസ്രയേലുകാർ ജോലി കൊടുക്കുന്നില്ല. അപ്പോൾ ഇവർ ഒറ്റപ്പെട്ടു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പൊതു അടുക്കള, അതുപോലെ തന്നെ ഭക്ഷ്യവിതരണം ഈ നടക്കുന്ന സ്ഥലങ്ങളിലേക്ക് പാലസ്തീൻ ജനതയും കുട്ടികളുമൊക്കെ പാത്രങ്ങളുമായിട്ട് ചെല്ലുകയാണ്. എന്നിട്ട് ഇടിച്ചു കയറി നിന്ന് ഭക്ഷണം മേടിക്കുന്നു. ഈ ചിത്രങ്ങളും ദൃശ്യങ്ങളുമൊക്കെ വലുതായിട്ട് ലോക മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ മുമ്പിലേക്ക് പലസ്തീനിലെ കുട്ടികൾ പട്ടിണിയിലാണ്, അവർ വലിയ ദുരിതം അനുഭവിക്കുന്നു എന്ന നാരേറ്റീവ് സൃഷ്ടിക്കാനായിട്ട് ഇവർക്ക് സാധിച്ചത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഡൊണാൾഡ് ട്രംപ് അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധമാണ് പുലർത്തുന്നത്. ഈ അറബ് രാജ്യങ്ങളുമായിട്ട് പുലർത്തുന്ന ബന്ധത്തിൻ്റെ ഫലമായിട്ട് ദോഹയിൽ വെച്ചിട്ട് ഹമാസ് നേതാക്കളുമായിട്ട് ഡൊണാൾഡ് ട്രംപ് അല്ലെങ്കിൽ അദ്ദേഹം അയച്ച പ്രതിനിധികൾ ഒരു ചർച്ചയൊക്കെ നടത്തി. ഇതിൻ്റെ ഫലമായിട്ട് US ഇസ്രായേൽ ബന്ദിയായ എഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ആളെ വിട്ടയക്കുന്നു. അപ്പം ഒരു കാരണവശാലും ഇസ്രയേലിൽ നിന്ന് പിടിച്ചുകൊണ്ടുപോയ ബന്ദികളെ വിടില്ല എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു ഹമാസ്. പെട്ടെന്നാണ് എഡൻ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ബന്ദിയെ മാത്രം അമേരിക്കക്കാരനാണ് വിട്ടു നൽകുന്നു. ഇതിന് പിന്നിൽ അമേരിക്കയെ സ്വാധീനിക്കാൻ ചില ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് കേൾക്കുന്നത്. അതായത് ഇസ്രയേലിനെതിരെ ഡൊണാൾഡ് ട്രംപ് ഒരു പരസ്യ പ്രസ്താവന നടത്തണം. ഇത് ഈ അറബ് രാജ്യങ്ങളുടെ, മുസ്ലിം രാജ്യങ്ങളുടെ ഒരു അജണ്ടയായിരുന്നു. ഇതിലേക്ക് ട്രംപ് പതുക്കെ നടന്നു കയറി. എന്നിട്ട് പറഞ്ഞു, ഞാൻ അത്തരം കാര്യങ്ങൾ പറയാം. അങ്ങനെയാണ് പലസ്തീൻ ജനത പട്ടിണി അനുഭവിക്കുന്നു, ദുരിതം അനുഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ എന്തായാലും UN വഴി നൽകുന്ന എയ്ഡ് ഹമാസ് തട്ടിയെടുക്കുകയും അത് മറിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്ന് ഇസ്രയേൽ മനസ്സിലാക്കി. അതുകൊണ്ട് ഇസ്രയേൽ തന്ത്രം മാറ്റി. ഇനി മുതൽ ഈ പലസ്തീന് എയ്ഡ് കൊടുക്കുന്നതിനകത്ത് ചില മാറ്റങ്ങൾ വരുത്താൻ തീരുമാനിച്ചു. കാരണം ഹമാസ് ഇത് തട്ടിയെടുക്കുന്നതുകൊണ്ട് തന്നെ മാർച്ച് 1 മുതൽ തന്നെ അവിടേക്കുള്ള സപ്ലൈ ഏതാണ്ട് നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. പിന്നീട് UN ഒക്കെ ഇടപെടലുണ്ടായി, അമേരിക്കൻ സമ്മർദ്ദമുണ്ടായി. അതുകൊണ്ട് തുടർന്ന് തിങ്കളാഴ്ച 6 ട്രക്കുകൾ വിട്ടുകൊടുത്തു. ചൊവ്വാഴ്ചയായപ്പോൾ ഏതാണ്ട് 100ഓളം ട്രക്കുകൾക്ക് പോകാൻ അനുമതി കൊടുത്തു. പക്ഷേ ഈ ട്രക്കുകളൊക്കെ അവിടേക്ക് ചെല്ലുമ്പോൾ ഈ ഫുഡ് സപ്ലൈയുടെ കൺട്രോള് പതുക്കെ പലസ്തീൻ ഏറ്റെടുക്കും. പലസ്തീനിൽ നിന്ന് ഇസ്രായേൽ ജനത ഏറ്റെടുക്കുന്നു, അല്ലെ ഇസ്രായേൽ ആർമി ഏറ്റെടുക്കുന്നു. അപ്പോൾ ഇതിനകത്ത് ഹമാസിന് റോളില്ല, ഞങ്ങൾ കൊടുക്കാം. അപ്പോൾ അവിടെ യുദ്ധം നടക്കുമ്പോൾ, ഗാസയ്ക്ക് നേരെ ആക്രമണം നടക്കുമ്പോഴൊക്കെ തന്നെ ഇതേ നിലപാട് സ്വീകരിക്കുന്നു. അപ്പോഴാണ് ട്രംപ് പറയുന്നത്, ഇനി ഇവിടെ യുദ്ധം നിർത്തണം, നെതന്യാഹുവും കൂട്ടി അവിടുന്ന് പിന്മാറണം, അവിടുത്തെ ജനങ്ങളെ ഉപദ്രവിക്കരുതെന്ന് പറയുന്നു. ഇത് കേൾക്കാതെ ഗസയുടെ മറ്റു ഭാഗങ്ങളിലേക്ക് തുടർച്ചയായിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു. ഈ ആക്രമണം നടത്തുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇനി ഈ ഭക്ഷ്യവിതരണം ഞങ്ങൾ നടത്തിക്കോളാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് ഇസ്രായേൽ എത്തിക്കഴിഞ്ഞു. അതുകൊണ്ടാണ്. മാത്രവുമല്ല, ഏതെങ്കിലും കാരണവശാൽ അവിടെ എയ്ഡ് കൊടുക്കുന്ന അറബ് രാജ്യങ്ങളുടെ ഒരു സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഫണ്ട് കൊടുക്കുന്ന ഇസ്രായേൽ തന്നെയാണ്. അപ്പോൾ ഇസ്രായേൽ അവിടുത്തെ ഭക്ഷ്യവിതരണത്തിൻ്റെ ചുമതല ഏറ്റെടുക്കുമ്പോൾ ഹമാസിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും ഇസ്രായേലിനോടൊരു നന്ദിയുണ്ട്, കടപ്പാടുണ്ട്. മാത്രമല്ല, ഇത്തരത്തിലുള്ള ആളുകളെ പതുക്കെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന് കൺട്രോളുള്ള മേഖലകളിലേക്ക് മാറ്റി താമസിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ അവരുടെ ഉത്തരവാദിത്വം ഇസ്രായേൽ ഏറ്റെടുക്കുന്നു. ഇവിടെ ഈ തീവ്രവാദ മതഭീകരത നിലപാട് വെച്ച് പുലർത്തുന്നവരെ ആരെയും അടുപ്പിക്കുകയുമില്ല. ഇവിടെയാണ് ഹമാസിൻ്റെ പണി പാളുന്നത്.
കാരണം ഈ ഇസ്രയേൽ അല്ലെങ്കിൽ UN കൊണ്ടുവരുന്ന ഫുഡും വാട്ടറും മെഡിസിനും ഒക്കെ വിറ്റ് പൈസ ഉണ്ടാക്കുന്ന ഹമാസിൻ്റെ എക്കണോമിയെ തന്നെ തകർക്കുന്ന നിലപാടാണ് ഇസ്രയേൽ സ്വീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഈ ഡൊണാൾഡ് ട്രംപിനോട് അല്ലെങ്കിൽ അമേരിക്കയോട് ഹമാസ് പറയുന്നത് ഗസയിലെ ജനങ്ങൾ പോരാടുന്നത് ജിഹാദിന് വേണ്ടിയാണ്, അവർ സ്വന്തം മതത്തിൻ്റെ നിലപാടുകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, അവർക്ക് മരിക്കുന്നതിൽ ഒരു ഭയവുമില്ല എന്ന് പറയുന്നു. പക്ഷേ അങ്ങനെയല്ല. പലസ്തീൻ ജനത ഹമാസിനെ ഭയപ്പെട്ടുകൊണ്ടാണ് അവിടെ കഴിയുന്നത്. അതിജീവനത്തിന് വേണ്ടി, ഭക്ഷണത്തിനും വെള്ളത്തിനും വേണ്ടി അവർ ഹമാസിനെ അനുസരിക്കുന്നു. അപ്പോൾ ഇനി അത് വേണ്ട എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ എത്തുന്നു. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഡൊണാൾഡ് ട്രംപിനെ അറബ് രാജ്യങ്ങൾ ഏതാണ്ട് കയ്യിലാക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ഖത്തർ ഈ ഡൊണാൾഡ് ട്രംപിന് ഒരു വലിയ വിമാനം സമ്മാനമായി നൽകുന്നു. സൗദി അറേബ്യ ഏതാണ്ട് 600 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താമെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നമ്മൾ വെറുതെ ഈ പറയുന്ന ഇസ്രായേലിൻ്റെ കൂടെ നിൽക്കുന്ന ട്രംപ് നിലപാട് മാറ്റി? അതായത് മുമ്പ് ഗാസ ഒരു വിശാല ഗാസയാക്കണം, അവിടെയുള്ള ജനങ്ങളെ ജോർദാനിലേക്കും അതുപോലെ തന്നെ ഈജിപ്തിലേക്ക് മാറ്റണം എന്നൊക്കെ പറഞ്ഞ ട്രംപ് ഇപ്പോൾ ആ നിലപാടിൽ നിന്നൊക്കെ പിന്മാറി. തൻ്റെ രാഷ്ട്രീയ നിലപാടിൽ കംപ്ലീറ്റ് വെള്ളം ചേർത്തതോടുകൂടി ഇസ്രയേലിൻ്റെ മുന്നിലും ട്രംപ് ഏതാണ്ട് ഒറ്റപ്പെടുന്ന അവസ്ഥയാണ്. ട്രംപ് പറയുകയാണ്, എനിക്ക് എൻ്റെ രാജ്യമാണ് വലുത്, എൻ്റെ ബിസിനസ്സാണ് വലുത്, ഇതാണ് ഇവിടുത്തെ പ്രശ്നമെന്ന് പറയുന്നത്. അങ്ങനെ ട്രംപിനെതിരായിട്ട് ഇതാദ്യമായിട്ട് ഇസ്രയേലി പത്രങ്ങളിൽ വലിയ ലേഖനങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ട്രംപ് നിലപാടുകളിൽ മൊത്തം വെള്ളം ചേർക്കുന്നുവെന്നും ഇസ്രയേലിനെതിരെ ഹമാസിനൊപ്പം നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നു. പക്ഷേ ട്രംപ് അതിനെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, മുന്നോട്ട് തന്നെ പോകുന്നു. കാരണം അറബ് രാജ്യങ്ങളിൽ നിന്ന് വൻതോതിൽ കച്ചവടം കിട്ടുന്നു, സൈനിക ഇടപാടുകൾ നടക്കുന്നു. അപ്പം ട്രംപിനെ നയിക്കുന്ന ഈ ഡെമോക്രാറ്റിക് പാർട്ടി എപ്പോഴും കൈവിരൽ നിർത്തിയ ഡീപ് സ്റ്റേറ്റ് ഉണ്ട്, അവരും ഇപ്പോൾ ട്രംപിനോട് കൈകോർക്കുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ കുറേ ആൾക്കാരും പറയുന്നു, നമ്മളെന്തിനാണ് ഈ ഇസ്രായേലിനെ സഹായിക്കുന്നത്, നമ്മൾ അനാവശ്യമായി ഇസ്രായേലിനൊപ്പം നിൽക്കുന്നതുകൊണ്ട് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അറബ് കൺട്രീസുമായിട്ട് കൂടുതൽ വ്യാപാര ബന്ധങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്, അതിൽ നിന്ന് നമ്മൾ അവരെ മാറ്റണം. അങ്ങനെയാണ് ട്രംപ് നിലപാട് മാറ്റുകയും ഈ അറബ് രാജ്യങ്ങളുമായിട്ട് വലിയ ബന്ധം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇടപെടലും ഇതിലേക്ക് പതുക്കെ കടന്നു വരികയാണ്. അങ്ങനെ ഡൊണാൾഡ് ട്രംപ് 25 വർഷത്തിന് ശേഷം സിറിയൻ പ്രസിഡൻ്റായിട്ടുള്ള അബു മുഹമ്മദ് അൽ ജൊലാനി, അതായിരുന്നു മുൻപ് പേര്, പിന്നീട് അദ്ദേഹം അഹമ്മദ് അൽ ഷറ എന്ന് മാറ്റി, ഈ അൽ ഷറയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതായത് തുർക്കിയുടെ ഭരണാധികാരി തൊയ്ബ് എർദോഗൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് സൗദി കിരീടാവകാശിയായ മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരൻ്റെ സമ്മർദ്ദത്തെ തുടർന്ന് ഇവരുമായിട്ടൊക്കെ കൂട്ടുകൂടുന്നു. അപ്പം ഇസ്ലാമിക നിലപാടുകളുമായി ബന്ധപ്പെട്ട ബ്രദർഹുഡ് നിലപാടുമായി ബന്ധപ്പെട്ട ആശയങ്ങളിലോട് ട്രംപ് സപ്പോർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഇങ്ങോട്ട് മാറിയിട്ട് പലസ്തീനോട് അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇസ്രായേലിനോടൊക്കെ പറയുന്നു, ഞങ്ങൾ മുൻ നിലപാടുകളിൽ നിന്നൊക്കെ മാറിയിട്ടുണ്ട്, ഞങ്ങൾ ഇനി ഗസയെ സംരക്ഷിക്കാൻ നിൽക്കുകയാണ്, അവിടുത്തെ ജനങ്ങളുടെ പട്ടിണി ഞങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇസ്രായേലിനെ ഏതാണ്ട് തേച്ചൊട്ടിച്ചു എന്നതിന് സമാനമായ നിലപാടിലെത്തിയതോടുകൂടി അവിടുത്തെ ജനങ്ങൾ, നെതന്യാഹു ഒപ്പം മാധ്യമങ്ങൾ കംപ്ലീറ്റ് ട്രംപിനെതിരായിട്ട് മാറിയിട്ടുണ്ട്. ഇത് ട്രംപിന് കുറച്ചു കാലത്തേക്കൊക്കെ ഗുണമാണ് ഈ നിലപാട്, പക്ഷേ ഭാവിയിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കും. കാരണം ഈ ജൂതന്മാർക്ക് അമേരിക്കയിൽ മാത്രമല്ല ലോകത്തെമ്പാടും രാഷ്ട്രീയ പാർട്ടികളിലൊക്കെ വലിയ സ്വാധീനമുണ്ട്. എന്തിന്? അമേരിക്കയുടെ വ്യവസായ മേഖലകളിലെല്ലാം തന്നെ ജൂത സാന്നിധ്യം കൂടുതലുണ്ട്. അവിടെ ഇസ്രായേലിനെതിരായിട്ട് ട്രംപ് ഒരു നിലപാട് സ്വീകരിച്ചാൽ വലിയ തിരിച്ചടി ട്രംപിന് കിട്ടുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഇസ്രായേലിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് ഇറാനുമായിട്ടുള്ള ചില ചർച്ചകൾ നടത്തുന്നതും ഈ അറബ് രാജ്യങ്ങളുടെ പിന്തുണയോടുകൂടിയാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ നെതന്യാഹു ബദൽ മാർഗം നോക്കുന്നു. അതായത് ഗസയുടെ കാര്യത്തിൽ എന്ത് ചെയ്യണം, ഗസയിലെ അവശേഷിക്കുന്ന ഹമാസിനെ അറ്റാക്ക് ചെയ്യാനുള്ള തീരുമാനം എടുക്കണം. ഇവിടെ ഒരു ബന്ദിയെ മാത്രം വിട്ടയച്ചുകൊണ്ട് നടത്തിയ കള്ളക്കളി എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, അത് ലോകത്തെ ബോധ്യപ്പെടുത്താൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ തങ്ങളെ തേച്ചൊട്ടിച്ച ട്രംപിന് കൃത്യമായ പണി നൽകാനായിട്ട് നെതന്യാഹു തീരുമാനിക്കുന്നു, ഇസ്രായേൽ തീരുമാനിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ ട്രംപും US ചേർന്നിട്ട് ഗസയെ രക്ഷിക്കാൻ, ഹമാസിനെ പിന്തുണയ്ക്കാൻ ചില ഇടപാടുകൾ നടത്തുന്നു. അതിനെ പൊളിച്ചെടുക്കാനായിട്ട് നെതന്യാഹുവും ഇസ്രായേലും രംഗത്തേക്ക് വരുന്നു. ലോകത്തെ ഈ ജിയോ പൊളിറ്റിക്സിൽ വലിയ ചേഞ്ചസ്, അതും സഡൻ ചേഞ്ചസ് ആണ് ഉണ്ടാകാൻ പോകുന്നത്. ഒരു പക്ഷേ അമേരിക്കയും ഇസ്രായേലും തമ്മിൽ എന്നേക്കുമായി ബന്ധം വേർപിരിഞ്ഞു പോകുമോ എന്ന് പോലും സംശയിക്കപ്പെടുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.